പാഠം 713 ഒന്നായ നിന്നെ ഇഹ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. എന്താ സഹദേവാ? രാവിലെ തന്നെ സഹദേവനോട് ആരാ പറഞ്ഞത്? സംഗതി സത്യമാണ്. ഭാർഗവൻ ഇന്നലെ വില്ലേജ് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കി. പക്ഷേ എന്റെ അടുത്ത് ഒരഭ്യാസവും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഭാർഗവൻ പറയുകയാ എന്നെ വീട്ടിൽ വന്ന് കയറി തല്ലുവെന്ന്. ഇവിടെ ഒന്ന് കാണണമല്ലോ. ഞാൻ പറഞ്ഞു വരൂ എന്ന്. നമ്മൾ ഇതുപോലത്തെ എത്രയോ വിരട്ടുകൾ കണ്ടതാ. ഭാർഗവൻ ആള് കുഴപ്പക്കാരനൊക്കെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ അതെ. മോഹനകൃഷ്ണൻ സാറുണ്ടോ? ആരാ? ഞാൻ ഭാർഗവൻ. നാട്ടുകാരെന്നെ ഉടുമ്പ് ഭാർഗവൻ എന്ന് വിളിക്കും. നാട്ടിലെ ഒരു റൗഡിയാ. എനിക്ക് മോഹനകൃഷ്ണൻ സാറിനൊന്ന് കാണണം. റൗഡി എന്തിനാണ് വില്ലേജ് ഓഫീസറെ കാണുന്നത്? അത് ഞാൻ അങ്ങേരോട് പറഞ്ഞോളാം. എന്നെ പോലുള്ളൊരു കാര്യം പറയുമ്പോ അങ്ങേരൊക്കെ പുച്ഛം. എങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസറാണോ ഭാർഗവനാണോ വരുതെന്ന് ഒന്നറിയണമല്ലോ. അതിനുവേണ്ടി വന്നതാ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാൻ വക്കീലേ. വക്കീല് ആദ്യം പോയി മോഹനകൃഷ്ണൻ സാറിനെ ഇങ്ങോട്ട് വരാൻ പറ. ബാക്കി സാറ് വരുമ്പോഴല്ലേ. പിന്നെ എന്നെയും കുഴപ്പമൊക്കെ ഉണ്ടാവൂലല്ലേ. ഞാൻ പോയി കഴിയുമ്പോ സാറിനെ വക്കീലിനൊന്നും മൊത്തത്തിൽ ചവിട്ടി തിരുമേണ്ടി വരും. ഒരാള് മോനേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. ആര്? ഒരു ഭാർഗവൻ. ഏതൊരു റൗഡിയാണെന്ന് അയാൾ തന്നെ പറയുന്നു. സംസാരം കേട്ടിട്ട് ഒരു വഴക്കിന് വന്നാന്ന് തോന്നുന്നുണ്ട്. വഴക്കിന് വന്നത് തന്നെയാ. ഇന്ന് ഭാർഗവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. കാര്യം എന്താന്ന് പറ മോനേട്ടാ? ഈ പറഞ്ഞ ഭാർഗവൻ കവലയിലെ ഒരു റൗഡിയാണ് എന്നുള്ളത് നേരാ. മുഴുവൻ സമയവും പഞ്ചായത്ത് ഓഫീസിന്റെ പുറത്ത് കാണും. രാവിലെ മുതൽ കള്ളുകൂടിയാണ് ജോലി. എന്നിട്ട് വഴിയെ പോകുന്നവരുടെ വഴക്കുണ്ടാക്കുന്നതാണ് ശീലം. ചില മുതലാളിമാർക്ക് വേണ്ടി കാശ് വാങ്ങി ഗുണ്ടാത്തലിനും പോകാറുണ്ട്. അയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് പറയാം. ഭാർഗവനും ഞാനും തമ്മിൽ ഇന്നലെ ചെറിയൊരു പ്രശ്നമുണ്ടായി. മനസ്സിലായി. മോഹനേട്ടൻ അയാളെ മര്യാദ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടാവും. എന്റെ മോഹനേട്ടൻ എത്രയോ പ്രാവശ്യം ഞാൻ മോഹനേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ആരേലും എന്തേലും ഒക്കെ ചെയ്യട്ടെ, മോഹനേട്ടൻ അതിൽ ഇടപെടാൻ പോകണ്ടെന്ന്. ഇത്ര കാര്യം മര്യാദ പഠിപ്പിക്കാൻ മോഹനേട്ടൻ വിചാരിച്ച പറ്റുമോ? ആദ്യം അതൊന്നും മനസ്സിലാക്ക്. ഞാൻ ആരെയും മര്യാദ പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല. ഇന്നലെ ഭാർഗവൻ വില്ലേജ് ഓഫീസിൽ വന്ന് അയാളുടെ വസ്തുവിന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. വസ്തു അയാളുടെ പേരിലാണ് എന്നുള്ളത് വാസ്തവം. പക്ഷേ ആധാരത്തിന്റെ അസലുമില്ല, മുന്നാധാരത്തിന്റെ പകർപ്പുമില്ല. പിന്നെ ഞാൻ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും? ഞാൻ അത് പറഞ്ഞപ്പോൾ ഭാർഗവൻ എന്നെ വിരട്ടിക്കാരി സാധിക്കാൻ നോക്കി. ഞാൻ വിടൂ? എല്ലാവരുടെ മുന്നിൽ വെച്ച് ഭാർഗവനോട് 4 പറഞ്ഞു. ഇന്ന് വരെ ഭാർഗവന്റെ മുഖത്ത് നോക്കി അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് എന്നെ വീട്ടിൽ വന്ന് കയറി തല്ലുവന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ഇനി അയാൾ അങ്ങനെ വിട്ടാൻ പറ്റില്ല. രണ്ടാളെന്ന് അറിഞ്ഞിട്ടില്ല ബാക്കി കാര്യം. മോഹനേട്ടൻ എങ്ങോട്ട് പോന്നു? മോളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു റൗഡിയുടെ അടുത്ത് വഴക്കിന് പോയിട്ട് യാതൊരു കാര്യമില്ല മോനേട്ടാ. മോനേട്ടൻ ഇവിടത്തേക്ക് ഞാന് പോലീസിനെ വിളിക്കാം. ഒരു പോലീസും വേണ്ട. ഭാർഗവനെ വിരട്ടി ഓടിക്കാൻ മോഹനകൃഷ്ണൻ മതി. നീ ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് എഴുന്നള്ളായിരുന്നാ മതി. പറയങ്ങോട്ട്. മോഹനേട്ടാ അത് വേണ്ട. അത് വേണം. അറിയുക, ഇന്ന് ഭാർഗവന്റെ അഹങ്കാരം തീർത്തിട്ട് വാക്കാര്യം അറിയുക. എന്താ ഭാർഗവ? എന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ സാറെന്ന് തീരുമാനിച്ചു. അത് തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ സാറിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല? എങ്ങനെ മാറും? ഓരോരുത്തർക്കും എന്തൊക്കെ സർട്ടിഫിക്കറ്റിലാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാർ ചില ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ രേഖകളൊന്നും ഇല്ലാതെ ഭാർഗവന് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ എനിക്കത് കിട്ടിയേ പറ്റും. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ സാറിനോട് പറഞ്ഞു.
വില്ലേജ് ഓഫീസിൽ വെച്ച് സകലരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുകയും ചെയ്തു. അപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞതാ, ഭാർഗവനോട് കളിക്കരുത്, കളിച്ചാൽ ഭാർഗവൻ വീട്ടിൽ കയറി തല്ലുവന്നു. സാറിന് ഓർമ്മയുണ്ടോ? ആ, ഇപ്പൊ ഞാൻ വന്നത് അതിനാ. പറ്റുമെങ്കിൽ സാറ് ഭാർഗവനെ ഒന്ന് തടഞ്ഞു നോക്ക്. നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ? ഞാനൊരു പാവം വില്ലേജ് ഓഫീസറാണ് നിങ്ങളുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ എന്നോട് വെറുതെ വഴക്കിന് വന്നാൽ എന്താ ഉണ്ടാകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സാറ് ഭാർഗവനോട് തല്ലി ജയിക്കാൻ പറ്റില്ല സാറേ. ഭാർഗവ, ധീരകൾക്ക് പല മരണങ്ങളുണ്ട്. ധീരന്മാർ ഒരിക്കലും മരിക്കുമെന്ന് ജൂലിയസ് സീസർ പറഞ്ഞിട്ടുണ്ട്. ഒരു ധീരനാണ്, അതുകൊണ്ട് എനിക്ക് മരണത്തെ ഭയമില്ല. എങ്കിൽ പിന്നെ ഇനി സാറിനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്താ ഭാർഗവ, എന്നെ ഒന്നും ചെയ്യില്ലേ? എന്നെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയ പ്രശ്നമാവേ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ തരുന്നത് വലിയ കേസാവേ? നിന്നെ പോലീസ് പിടിക്കും. എന്തിനാ വെറുതെ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ പോകുന്നേ? അയ്യോ ഭാർഗവ, വേണ്ട. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തല്ലിയ സർക്കാർ വെറുതെ ഇരിക്കുന്നില്ല. നിന്നെ പിടിച്ചോണ്ട് പോയി പോലീസ് ലോക്കപ്പിലിട്ട് ഇടിച്ച് ചതച്ച് നട്ടല്ലൊടിച്ച് നിവർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർക്കും. മനസ്സിലായോ? അത് വേണോ? ആ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഭാർഗവ, സർട്ടിഫിക്കറ്റ് തരണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നിനക്ക് സർട്ടിഫിക്കറ്റ് എന്നാ എന്റെ ജോലി പോവും. അല്ലെങ്കിലും സത്യത്തിൽ നിനക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. നീ എന്നെ ഒന്നും ചെയ്യല്ലേ? അയ്യോ, ഞാൻ നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഗുണമുള്ളൊരു വില്ലേജ് ഓഫീസറാ. എന്നെ ഒന്നും ചെയ്യല്ലേ? ഞാൻ വേണേ നിന്നെ കാലി പിടിക്കാം. ഭാർഗവ, ഭാർഗവ, എന്നെ ഒന്നും ചെയ്യല്ലേ. നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാ ചെയ്യുക? എന്നെ ഒന്നും ചെയ്യല്ലേ. നീ എന്നെ കൊന്നാലും ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യില്ല. ഭാർഗവ, 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 നിന്നെ കൊന്നാൽ നീ ജയിലിൽ പോവും. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഗുണമില്ല എന്ന കാര്യം നീ ഓർക്കണം. മോഹനേട്ടാ, എന്റെ ഭാര്യ സത്യഭാമയാ വിളിക്കുന്നത്. അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയ അവള് സഹിക്കൂല. മോഹനേട്ടാ, മോഹനേട്ടാ, ഞാനിപ്പോ എവിടെ? ഭാർഗവനോടെ? ഭാർഗവൻ എന്നെ ഒന്നും ചെയ്തില്ലേ? ഇവിടെ ഒരു ഭാർഗവനും ഇല്ല. മോഹനേട്ടൻ എന്തോ സ്വപ്നം കണ്ടതാണ്. മണി 7 കഴിഞ്ഞു. എഴുന്നേറ്റ് വന്ന് ചായ തരാം. ഭാർഗവൻ? എന്തായാലും ഭാർഗവൻ ആള് കൊള്ളാം. വില്ലേജ് ഓഫീസർ ഇത്രയ്ക്കും പേടിക്കണമെങ്കില് ആ ഭാർഗവൻ ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. ഭാർഗവൻ വലിയ ഗുണ്ട. അതാണല്ലേ വില്ലേജ് ഓഫീസർ സ്വപ്നത്തിൽ നിലവിളിച്ചത്. അയ്യോ, ഗുണ്ടയെ പേടിച്ചു കയറിയത് ഒരു വില്ലേജ് ഓഫീസർ. കൊള്ളാം. നീ എന്താ എന്നെ പറ്റി കരുതിയത്? ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ വാക്ക് കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്ന ഒരാളാണെന്നോ? ഒരിക്കലുമല്ല. മോഹനേട്ടൻ ഒരു പേടിത്തൊണ്ടനാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ സ്വപ്നം കണ്ട് മോഹനേട്ടൻ വിളിച്ചു പോയത് ഞാൻ കേട്ടു. അത് കേട്ടാലറിയാം മോഹനേട്ടൻ ശരിക്കും പേടിയുണ്ടെന്ന്. ഇതാ നിനക്ക് വിവരമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാൻ പേടിച്ച് നിലവിളിച്ചൊന്നുമല്ല. എതിരാളിയെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ഞാൻ ഭയങ്കരമായ ബുദ്ധി പ്രയോഗിച്ചതാണ്. എന്ത് ബുദ്ധി? അതായത് സ്വപ്നത്തിൽ ഭാർഗവൻ എന്റെ അടുത്തേക്ക് നടന്നു നടന്നു വന്നു. അയാൾക്ക് 6 അടി പൊക്കം വരും, ഒത്തതടി, കൊമ്പം മീശ, ഉണ്ട കണ്ണുകൾ, കൈക്കും കാലിനൊക്കെ ഇത്രയും വണ്ണമുണ്ട്. ഈ ഭാർഗവൻ ആനയാണോ?
ഇത്തരങ്ങളൊക്കെ വണ്ണമുണ്ട്. ഭാർഗവൻ അടുത്തെത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തിയാൽ ഒരുപക്ഷെ ഞാൻ ജയിക്കില്ലായിരിക്കും. ഉടനെ ഞാൻ പറഞ്ഞു, ഭാർഗവ, ഭീരുക്കൾ പലകുറി മരിക്കും, ഭീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂ എന്ന് ജൂലിയസ് സീസർ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതെന്തായാലും നന്നായി മോനട്ടാ. പറഞ്ഞു കേട്ട് വെച്ച് ഈ ഭാർഗവന് ജൂലിയസ് സീസറിനൊക്കെ നന്നായിട്ട് അറിയാം. ഭാർഗവന് സീസർ അറിയാമോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. ഞാൻ നെഞ്ചും വിരിച്ച് അത്രയും പറഞ്ഞപ്പോഴേക്കും ഭാർഗവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഞാൻ രണ്ട് കൽപ്പിച്ചാണെന്ന് മനസ്സിലായപ്പോ അവൻ ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു. ഇതാരോട് കൊണ്ട് അവൻ പേടിച്ചു എന്ന് മനസ്സിലായതോടെ ഞാൻ പുതിയൊരു ഇടപെടുത്തു. ഞാൻ അലറി, എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്ത നീ ആഴിയെന്നും ഭാർഗവ. അയ്യോ, അങ്ങനെയല്ല സംഭവം. പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ പറഞ്ഞ രീതി ഇങ്ങനെയായിരുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ എന്തെങ്കിലും ചെയ്ത് എനിക്ക് വല്ലതും പറ്റിയ ഇനിയുള്ള കാലം നീ അഴിയേണ്ടി വരും. എന്തിനാണ് നീ അതിനൊക്കെ പോകുന്നത്? എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ. ഇങ്ങനെയാണ് മോഹനേട്ടൻ പറഞ്ഞത്. മോഹനേട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊള്ളാം. ഞാൻ കണ്ട സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. സ്വപ്നം ഞാനല്ലേ? ആ, സ്വപ്നം കണ്ടത് മോഹനേട്ടനാണ്. പക്ഷേ ഞാൻ സ്വപ്നത്തിലല്ലാതെ മോഹനേട്ടന്റെ പരാക്രമം നേരിട്ട് കണ്ടല്ലോ. മോഹനേട്ടൻ ശരിക്കും പേടിച്ചായിരുന്നു. ഒരു വില്ലേജ് ഓഫീസറായ ഞാൻ വെറും ഒരു റൗഡിയായ ഭാർഗവനെ പേടിക്കാനോ? നടന്നു. ഞാൻ അങ്ങനെയൊക്കെ പേടിക്കണമെന്ന് നിനക്കൊരു ആഗ്രഹം കാണും. പക്ഷേ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പത്രോട് മണിയായിട്ട് പത്രം വന്നില്ലേ? പത്രം സാധാരണ മുറ്റത്താണ് ഇടാറുള്ളത്. ഇത് അടുക്കളയാണ്. മുറ്റത്ത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവും. അല്ല, മുറ്റത്ത് ഭാർഗവൻ വന്നു എന്നതായിരുന്നല്ലോ മോഹനയുടെ സ്വപ്നം എന്ന് ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഒരുപാട് തിളക്കേണ്ടത്. ഭാർഗവൻ കൂട്ടിനാളെയും കുട്ടിയാണ് വന്നിരിക്കുന്നത്. വീടിന് ചുറ്റുമാളെ നിർത്തിയിരിക്കാണെന്ന് തോന്നുന്നല്ലോ. ഈശ്വര, നാല് വശവും ആളെക്കുട്ടി എന്നെ പൂട്ടാനാണ് ശ്രമം. ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും വന്ന് ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്താ? ഇപ്പോൾ ഇവിടെ ഒരാൾ വരും, അങ്ങനെ ചോദിക്കും മോഹനേഷ് സാർ എവിടെയെന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്തിനാണ് മോനോട് കള്ളം പറയണത്? ആരാ വരുന്നത്? അത് വരുന്ന ആരല്ലെന്നാ, ഞാൻ ഇവിടെ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ കള്ളം പറയണമെങ്കിൽ അതിലെന്തോ വലിയൊരു കാര്യമുണ്ടല്ലോ. സത്യം പറ മോനോട്ട്, ആരാ വരുന്നത്? ഭാർഗവനാ? ഭാർഗവനെ മോഹനേട്ടൻ പേടിയില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ പ്രശ്നം? ഭാർഗവന്റെ ശക്തി മാത്രമല്ലേ ഉള്ളൂ, ബുദ്ധിയില്ലല്ലോ. അങ്ങനെ ഒരാളോട് വെറുതെ വഴക്കിന് പോയിട്ടെന്താ കാര്യം? വല്ല അവിവേകം കാണിച്ചാലോ? എന്താ അവിവേകം കാണിക്കാൻ? മോഹനേട്ടൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസർ, ഭാർഗവൻ വെറും ഒരു റൗഡി. പിന്നെന്തിനാണ് മോഹനേട്ടൻ ഈ ഭാർഗവനെ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ നീ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ ഇവിടെ ഇല്ല, ഞാൻ കുടജ അല്ല തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാൽ മതി. ഒരു മാസം കഴിഞ്ഞ് വരും പറഞ്ഞാൽ മതി. ഒരു മാസോ? അതിന് തിരുവനന്തപുരത്ത് എന്താ പരിപാടി?
നീ എന്റെ പൊരുളൊന്നും അന്വേഷിക്കാതെ ഞാൻ പറഞ്ഞ പോലെ പറയാം. എങ്ങനെയും ഭാർഗവൻ ഒഴിവാക്കി വിട്ടേ പറ്റൂ. ഷോ എന്റെ മോഹനേട്ടാ, മോഹനേട്ടന് ആഫീസ് ചെല്ലുമ്പോ ഭാർഗവൻ അവിടെ വന്നാലോ? ഇല്ലെങ്കിൽ ആഫീസിലേക്ക് പോകുന്ന വഴിക്ക് വഴി വെച്ച് കണ്ടാലോ? ഇങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ മോഹനേട്ടൻ തെറ്റുവല്ലോ ചെയ്തു? ഇല്ലല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ മോഹനേട്ടന് ഒരു റൗഡിയെ പേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കഷ്ടമുണ്ട്. പക്ഷെ മതകളൊക്കെ ഞാനോട് പോയി ന്യായം പറഞ്ഞ ഒരു കാര്യമില്ല. പേടിക്കണം. ഭീരുക്കൾ പലവട്ടം മരിക്കും, ധീരണ മരണം ഒന്നേ ഉള്ളൂ എന്നല്ലേ മോനേട്ടാ? കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ നീ പോയി ഭാർഗവനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഭാർഗവൻ വന്നു, നീ പോയി എത്രയും അയാളെ പറഞ്ഞുവിട്. വലിയൊരു സംഘർഷം ഉണ്ടാകാൻ നോക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. നീ പോയി അയാളെ പറഞ്ഞുവിട്. പ്രശ്നമൊക്കെ ഞാൻ തീർത്തു തരാം. പക്ഷേ മോഹനേട്ടൻ പറഞ്ഞത് കള്ളം പറഞ്ഞല്ല, നേർക്ക് നേരെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഇത് ഞാൻ തീർത്തു തരാം. എന്ത് പറയും? മോഹനേട്ടന് വക്കീലന്മാരെയൊക്കെ സർവത്ര പുച്ഛമാണല്ലോ. പക്ഷേ ഒരു വക്കീലിന്റെ വില എന്താണെന്ന് ഇന്ന് മോഹനേട്ടന് മനസ്സിലാവും. ഭാർഗവനെ പോലെ റൗഡിയെ വിരട്ടാനുള്ള വകുപ്പൊക്കെ ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. മോഹനേട്ടൻ കണ്ടു. ഈശ്വര, പറയാൻ അങ്ങ് പോയാ മതിയായിരുന്നു. ഇവള് എന്തായിരിക്കും പറയുക? അത് കേൾക്കുമ്പോ പോവൂ. സത്യഭാമ വക്കീലല്ലേ? അതെ. എന്നെ മനസ്സിലായോ? പിന്നെ ഞാനൊരു വക്കീലായ സ്ഥിതിക്ക് നാട്ടിലെ ചട്ടമ്പികളെയൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണമല്ലോ. ഭാർഗവൻ ചേട്ടൻ വലിയ ഗുണ്ടയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നും എനിക്കറിയാം. അല്ല, ഞാൻ താനൊന്നും പറയണ്ട. നിങ്ങളെ പോലെ ഒരുപാട് ഗുണ്ടകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മോഹനേട്ടൻ ഒരു മാനിനായതുകൊണ്ട് നിങ്ങളെ പോലുള്ള ചട്ടമ്പികളുമായൊന്നും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ പ്രശ്നം തീർക്കണമെന്നാണ് മോഹനേട്ടന്റെ ആഗ്രഹം. അല്ല വക്കീലെ, എനിക്ക് ഈ പ്രശ്നം അങ്ങനെ തീർക്കാൻ താല്പര്യമില്ല. നാട്ടിലെ അറിയപ്പെടുന്ന വക്കീലായ ഞാൻ ഇവിടെ ഉള്ളപ്പോ മാന്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി എന്റെ ഭർത്താവിനെ വീട്ടിൽ കയറുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഭാർഗവൻ ചേട്ടനെ വെറുതെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. മോഹനേട്ടാ, എന്തോ? അയ്യോ, ഞാനിവിടെ പറഞ്ഞു. ആ ഫോൺ എടുക്ക്. ഭഗവാനെ, ഇന്നിവിടെ കൊലപാതകം നടക്കും. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടായിരുന്നു നോക്ക്. അവരെ ഈ നേരത്തെ ഫോണില്. ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? നമ്മുടെ ഭാർഗവൻ ചേട്ടനുമായിട്ട് സാർ ഇന്നലെ വഴക്കുണ്ടാക്കിയ വലിയ ആപ്പീസ് ഒന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഇന്ന് എന്നെ വീട്ടിൽ കയറി തല്ലുമെന്നായിരുന്നു ഭീഷണി. പറഞ്ഞതുപോലെ ആളിവിടെ വന്നിട്ടുണ്ട്. അവിടെയോ? ഇവിടെ ഭാമയുമായി സംസാരിച്ചോണ്ടിരിക്കുക. സാർ എന്തോ നീ പറയുന്നത്? ഭാർഗവൻ ചേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ വിജയന്റെ ചായക്കടയിലുണ്ട്. വിജയന്റെ ചായക്കടയിലോ? ആ, ഇന്നലെ സാറിനോട് വഴക്കുണ്ടായത് തെറ്റായി പോയി എന്ന് മനസ്സിലായപ്പോ ക്ഷമ പറയുന്നതിന് വേണ്ടി രാവിലെ ഭാർഗവൻ ചേട്ടൻ സാറിന്റെ വീട്ടിന്റെ അതുവരെ വന്നു. പക്ഷെ സാറിനെ കാണാൻ ഭാർഗവൻ ചേട്ടൻ ഒരു പേടി, അതുകൊണ്ട് വീട്ടിൽ കയറിയില്ല. ഇവിടെ വന്നപ്പോ എന്നെ കണ്ടു. സാറുമായിട്ടുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഭാർഗവൻ ചേട്ടൻ. സാറേ, ഭാർഗവൻ ചേട്ടൻ ഈ എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഞാൻ എന്തോന്ന് പറയട്ടെ? അവിടെയോ? അവിടെ ആരും ഒന്ന് ആരോ വന്നിട്ടുണ്ട്. ആരാ? പോലീസ് നിയമമൊക്കെ ഉള്ള നാട്ടിലാണ് ഞാനും ജീവിക്കുന്നത്. എന്റെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്ന് എന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതി ഞാൻ എഴുതി പോലീസിൽ കൊടുത്താൽ ഭാർഗവൻ ചേട്ടന്റെ അവസ്ഥ എന്തായിരിക്കും അറിയാമോ? അഴിയെണ്ണും അഴി. വക്കീലെ, വക്കീൽ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാരാ? ഓ, ഇപ്പൊ അങ്ങനെയായോ? മോഹനേട്ടനെ ചീത്ത വിളിക്കാനായിട്ട് കേറി വന്നിട്ട് ഇപ്പൊ എന്നെ കണ്ടതോടെ ഭാർഗവൻ ചേട്ടനെ ധൈര്യമില്ല അങ്ങ് പോയല്ലേ? നിയമം പിടിച്ചൊരു വക്കീൽ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാതെ ഇങ്ങോട്ട് കേറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഭാർഗവൻ ചേട്ടാ? വക്കീലെ, അത് പിന്നെ നിങ്ങളൊന്നും പറയണ്ട. ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടെ വെച്ചോ, റോഡിൽ വെച്ചോ, ഓഫീസിൽ വെച്ചോ മോഹനേട്ടനോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ഭാർഗവൻ ചേട്ടനെ വിവരം അറിയും.
വധഭീഷണി, വധശ്രമം, പൊതുസ്ഥലത്ത് വെച്ച് ശല്യപ്പെടുത്തൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തൽ തുടങ്ങി ചെറുതും വലുതുമായ സകല വകുപ്പുകളും ചേർത്ത് കേസ് അങ്ങ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരു 5 കൊല്ലം പുറത്തു വരാതെ ഭാർഗവ ചേട്ടൻ അകത്ത് കിടക്കും. മനസ്സിലായല്ലോ? പോരാ മോനേട്ടാ. ഇത് പക്ഷെ ഭാർഗവനല്ല. എന്ത്? ഇത് ഭാർഗവനല്ല, ഇത് വേറെ ആരുമാണ്. ഭാർഗവൻ ഉത്തവന്റെ അടുത്തുണ്ട്. ഇപ്പൊ ഫോൺ വിളിച്ചു ഉത്തവനാ. അപ്പൊ ഇതാരാ? ആരാ? എന്റെ പൊന്നു സാറേ, എന്റെ പേര് ശിവശങ്കരൻ എന്നാ. ഒരു കേസിന്റെ കാര്യത്തിന് ഞാൻ സദാനന്ദ വക്കീലിനെ ചെന്ന് കണ്ടപ്പം വക്കീല് പറഞ്ഞു ഇവിടെ വന്ന് സത്യഭാമ വക്കീലിനെ വന്ന് കാണാൻ. അങ്ങനെ വന്നാ. വീടറിയില്ലായിരുന്നു. സദാനന്ദ സാറ് പറഞ്ഞു വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറിന്റെ വീട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന. അങ്ങനെ ചോദിച്ചാ ഞാൻ വന്നത്. വന്നത് ഭാർഗവനാന്ന് പറഞ്ഞതോ? നിങ്ങള് താഴൊരു തടിയോട് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരുന്നല്ലോ. ഉവ്വ്. അവിടെ നിന്ന് ഒരാളോട് വീട് ചോദിച്ചു. അയാൾ പറഞ്ഞു ഇതാണെന്ന്. സത്യഭാമ വക്കീല് ഭയങ്കര മിടിക്കുകയാണെന്ന്. ഏത് കേസാണെന്നുണ്ടെങ്കിലും വാദിച്ച് അന്തസ്സായിട്ട് ജയിപ്പിച്ചു വരുമെന്ന് എന്നൊക്കെയാ സദാനന്ദ സാറ് പറഞ്ഞത്. പക്ഷെ ഇപ്പം മനസ്സിലായി വെറുതെ പറഞ്ഞാണെന്ന്. അല്ല, വഴിയെ പോകുന്നവരുടെ മെക്കെട്ട് കയറുന്നതാണ് വക്കീലിന്റെ പരിപാടി അല്ലേ? മോഹനേട്ടോ, അതായത് അത് ഞാൻ ചെറുതായിട്ട് ഒന്ന് ആള് മാറിപ്പോയതാ. ഞങ്ങള് വേറൊരാളെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അതാ അല്ലേ? നിങ്ങൾ ആരെ പ്രതീക്ഷിച്ചാലും വേണ്ടിയില്ല. ഞാൻ കേസ് വാദിക്കാൻ വേറെ വക്കീലിനെ നോക്കിക്കൊള്ളാം. ഇങ്ങനെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത വക്കീലിനെ കേസ് ഏൽപ്പിച്ചാലേ എന്റെ കാര്യം കട്ട പുകയോ. ചേട്ടാ, അത് പിന്നെ ഞാൻ അങ്ങനെ വക്കീലൊന്നും പറയണ്ട. ഇത്രയും നേരത്തിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് സംസാരിക്കാൻ വക്കീല് സമ്മതിച്ചോ? നമ്മള് തമ്മിൽ ശരിയാകില്ല വക്കീലെ. ഞാൻ സദാനന്ദ സാറിനോട് കാര്യം പറഞ്ഞോളാം. അല്ല, ഇവിടെ പന്തിയല്ല. മോഹനേട്ട കാരണം ഞാൻ നാണം കിട്ടു. മോഹനേട്ടല്ലേ പറഞ്ഞത് ഭാർഗവൻ വന്നെന്ന്? ഭാർഗവൻ താഴെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഇയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കായിരുന്നു. അത് ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. ഞാൻ സദാനന്ദ സാറോട് എന്ത് പറയൂ? ആമേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു ദേഷ്യപ്പെടുവോ? എന്താ? എപ്പോഴും നീ പറയാറില്ലേ ഞാൻ ഭയങ്കര എടുത്തിയാട്ടക്കാരനാണെന്ന്. ഇപ്പൊ ആരാ എടുത്തിയാടിയത്? നീയോ ഞാനോ? അയാളെ പേര് പറയാൻ പോലും സമ്മതിച്ചില്ലല്ലേ. എന്തായാലും ഞാനും ഭാർഗവനും തമ്മിലുള്ള പ്രശ്നം തീർന്നു. ഭാർഗവൻ ക്ഷമ പറഞ്ഞെന്നാ ഉത്തമം പറഞ്ഞേ. എന്റെ പ്രശ്നം തുടങ്ങാൻ പോകുന്നില്ലേ? സദാനന്ദ സാർ ചോദിക്കുമ്പോ എന്റെ മാനം പോ. ആരുമില്ല, ഒരു ചെറിയ അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞാൽ മതി. അബദ്ധം പറ്റാത്ത ആരാ ഇവിടെ ഉള്ളത്? അതൊരു ചെറിയ അബദ്ധമായിരുന്നു. മോഹനകൃഷ്ണന്റെ സ്വപ്നം കാണലും വീരവാദം പറച്ചിലും ചേർത്ത് വെച്ച് ചിന്തിച്ചപ്പോൾ സത്യഭാമയ്ക്ക് പറ്റിയ ഒരു പിഴ. എന്തായാലും ഭാർഗവന്റെ ഭീഷണി ഒഴിഞ്ഞു പോയല്ലോ എന്ന മനസമാധാനത്തിൽ ഇന്നത്തേക്ക് വിടാം.